അഭിവന്യരായ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരാമ്പറമ്പിലച്ഛൻ, പ്രിയപ്പെട്ട മാണിപ്പറമ്പിലച്ഛൻ, സക്കറിയാസ് അച്ഛൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് തോമാസ് ലീഹായുടെ ദിവസമാണല്ലോ. അതുകൊണ്ട് മണ്ണൂരാമ്പറമ്പിലച്ഛന് ഇന്നത്തെ ഫീസ്റ്റിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സീറോ മലബാർ സഭയുടെ അമരക്കാരനായ ഒരു മെത്രാൻ്റെയും ഇത്രയും പ്രഗത്ഭരായ വൈദികരുടെയും ഒപ്പം ഒരു സ്റ്റേജിൽ ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ ദൈവം ഇന്ന് അതിനിടയാക്കി. ക്രൂശിക്കപ്പെട്ടതിൻ്റെ തലേ രാത്രിയിൽ യേശു ഒരു ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം മുഴുവനും ആ പ്രാർത്ഥനയാണ്. അതിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ചില വാക്യങ്ങൾ, എല്ലാം ഹൃദയസ്പർശി തന്നെയാണെങ്കിലും ചിലത് പ്രത്യേകമായി നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതാണ്. അതിങ്ങനെയാണ്: അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാണ് അവരും നമ്മിൽ ഒന്നായിരിക്കണം? ആരാണ് അവർ? നമ്മളൊക്കെ തന്നെ. യേശുവിൻ്റെ ജനം, ഈ ജനം മുഴുവനും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. അതും കുരിശുമരണം ഏറ്റുവാങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്. എന്തെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, തൻ്റെ ജനം ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്. ആ ഐക്യം വെറും ഒരു സാധാരണ ഐക്യമല്ല, ത്രിത്വത്തിൻ്റെ ലയനം പോലെ ഒരു ലയനമാണ്. സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂർണ്ണമായ ഐക്യമാണ് സഭയിലും ഉണ്ടാകേണ്ടതെന്ന് യേശു ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. യേശു തൻ്റെ രക്തം ചൊരിഞ്ഞ് ഒന്നിപ്പിക്കാൻ ആഗ്രഹിച്ച ഈ ജനത എങ്ങനെ ഭിന്നിച്ചു പോയി, എങ്ങനെ വിഘടിച്ചു പോയി? അതും യേശു സ്ഥാപിച്ച കുർബാനയുടെ പേരിൽ തന്നെയാണ് ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പുണ്ടായത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, വളരെ വൈരുദ്ധ്യാത്മകമായൊരു കാര്യമാണത്. ഏത് ഒന്നിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടോ അത് ഭിന്നിപ്പിക്കാൻ കാരണമായി, ഭിന്നതയ്ക്ക് കാരണമായി ഇപ്പോഴും തുടരുന്നു എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. അതിൻ്റെ കാരണം യേശുവിനെ നാം ആരും വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നത് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. ആദ്യത്തെ 2 പാപങ്ങൾ നോക്കിയാൽ മതി. മാലാഖമാർ ശിക്ഷിക്കപ്പെട്ടത് അഹങ്കാരം എന്ന പാപം കൊണ്ടാണ്. മനുഷ്യൻ പാപത്തിൽ വീണത് അനുസരണക്കേട് കൊണ്ടാണ്. ഇത് രണ്ടും തകർച്ചയുടെ കാരണമായി, അഹങ്കാരവും അനുസരണക്കേടും. അതിന്നും ഈ സഭയിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ ഭിന്നിപ്പിൻ്റെ എല്ലാം കാരണം. ഒരു ചെറിയ രോഗം വന്നാൽ പോലും, ഒരു ചെറിയ ജലദോഷം, മൂക്കടപ്പ്, ചുമ വന്നാൽ പോലും നമ്മളൊക്കെ മരുന്നെടുക്കില്ലേ? ഒരു തുളസി കഷായം, ഒരു ചുക്ക് കാപ്പി ഒക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ ഇത്രയും കാര്യമായി നമ്മൾ പരിഗണിക്കുമെങ്കിൽ, ചികിത്സ എടുക്കുമെങ്കിൽ, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിന് ഇത്രയും വലിയ ദോഷങ്ങൾ, രോഗങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് നാം വേണ്ടതുപോലെ ചികിത്സിക്കുന്നില്ല? വാസ്തവത്തിൽ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ രോഗത്തിന് ചികിത്സിക്കാൻ ഏറ്റവും വിദഗ്ധനായ വൈദ്യൻ ഈ നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിനുള്ള മരുന്നുകൊണ്ട് എപ്പോഴാണ് അത് പ്രയോഗിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പ്രയോഗിച്ചാൽ ഈ രോഗം മാറാനുള്ളതേ ഉള്ളൂ. അങ്ങനെ സീറോ മലബാർ സഭയുടെ രോഗം മാറുമെന്നും സഭ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിൽക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ് ഈ സഭാജനം. കുർബാനയുടെയും അതേ ചൊല്ലിയുള്ള ഭിന്നതകളുടെയും സത്യം അന്വേഷിക്കുകയാണ് ഈ പുസ്തകത്തിൽ തോമസ് മണ്ണൂരാമ്പറമ്പിലച്ഛൻ. ചരിത്രം അറിയുമ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും യഥാർത്ഥ ഐക്യത്തിലേക്ക് നടക്കാനും കഴിയൂ. ഐക്യമെന്ന വാക്കിൽ നിന്നാണ് ഏകീകൃത കുർബാന എന്ന വാക്കുപോലും, ഏകീകൃതം എന്ന വാക്കുപോലും ഉണ്ടാകുന്നത് ഐക്യത്തിൽ നിന്നാണ്. പക്ഷേ അത് പൂർണ്ണമായി ഇവിടെ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരാമ്പറമ്പിലച്ഛൻ രചിച്ച ഈ സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ചരിത്രം വളരെ ശ്രദ്ധേയമാണ്. ആഴത്തിൽ ദീർഘകാലം പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് വെറും ഒരു അഭിപ്രായ ഗ്രന്ഥമല്ല. നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ചരിത്ര വികാസവും അതിനുണ്ടായ മാറ്റങ്ങളും പരിണാമങ്ങളുമെല്ലാം ആഴത്തിൽ പഠിച്ച് ഇത്രയും
വിശദമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം മലയാളത്തിലില്ല. ആദിമകാലം മുതൽ 1599 വരെയും പിന്നീട് ഇന്ന് വരെയും ഈ കുർബാനയിൽ വന്ന എല്ലാ മാറ്റങ്ങളും ഭേദഗതികളും വിദഗ്ധമായി വിവരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. 1986 മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒപ്പം കുർബാനയിൽ പങ്കെടുക്കുകയും അതിൻ്റെ തക്സ തയ്യാറാക്കുകയും ഈ മാർപ്പാപ്പമാർ ജോൺ പോൾ രണ്ടാമനും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് തന്നെ അവരുമായി അടുത്ത വ്യക്തിപരമായ ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന മണ്ണൂരാൻ പറമ്പിലച്ചൻ, അത്ര അച്ഛനെ പോലെ യോഗ്യനായൊരു വ്യക്തി ഇല്ല ഈ കുർബാനയെപ്പറ്റി ഇവിടെ സംസാരിക്കാനും എഴുതാനും. അച്ഛനെപ്പറ്റി കേട്ട അന്ന് മുതൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചൊന്ന് പരിചയപ്പെടണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് ഇന്ന് യാദൃച്ഛികമായി ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ വേദി ഒരുങ്ങുകയും ചെയ്തു. ഈ ഗ്രന്ഥത്തിൻ്റെ പിന്നിലുള്ള അധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും മണ്ണൂരാൻ പറമ്പിലച്ചന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വക. ഇതിൽ തെറ്റിദ്ധരിക്കല്ലേ, അവിടെ ഭാഷാപരമായ ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഇത് വായിക്കുന്നതിനും പഠിക്കുന്നതിനും തൽക്കാലം അതൊരു തടസ്സമല്ല. ഇനിയൊരു പതിപ്പിൽ ആ തിരുത്തുകൾ വരുത്തിക്കൊണ്ട് അത് മെച്ചപ്പെടുത്താമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിലച്ചൻ, ഇതിന് പരിഗണിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇതിലേക്ക് ക്ഷണിച്ച മാണിപ്പറമ്പിലച്ചനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ തോമസ് മണ്ണൂരാൻ പറമ്പിലച്ചനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. സക്കരാസത്തിനെ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും ഈ വൈദികരോടൊപ്പം ഇവിടെ നിൽക്കാനിടയായതിൽ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന, മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന, ദ ഹൈ പ്രീസ്ലി പ്രെയർ എന്നാണ് പറയപ്പെടുന്നത്. ആ പ്രാർത്ഥനയിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. അവരെല്ലാവരും ഒന്നായിരിക്കട്ടെ, ഈ സഭ ഒന്നായിരിക്കട്ടെ. നമ്മുടെ ഐക്യം കണ്ടാണ് ലോകം യേശുവിനെ തിരിച്ചറിയേണ്ടത് എന്നാണ് യേശു ആഗ്രഹിച്ചത്. ആ ഐക്യം നമ്മുടെ സഭയിലും കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം സഭയുടെ ഉണർവിന് കുറച്ചുകൂടി കരുത്തേകാൻ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ നിർത്തുന്നു.